പ്രകൃതിയിൽ ഒരു ദേവതാ ചൈതന്യം കുറച്ച് ശക്തമായിട്ടുണ്ട് എന്ന് കാണുമ്പോൾ അവിടെ അത് അനുഗ്രഹമായിട്ട് ജനങ്ങൾക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഋഷീശ്വരന്മാർ ആ ദേവതയെ ഒരു വിഗ്രഹ രൂപത്തിൽ നമുക്ക് അറിയിച്ചു തരുന്നത്. അത് അധികവും ദേവത ഉണ്ടാവുക തീർത്ഥത്തിലായിരിക്കും. അപ്പോൾ ആ തീർത്ഥത്തിലെ ദേവതയുടെ പ്രതിനിധാനമായിട്ടാണ് ക്ഷേത്രത്തിൽ ദേവത ഉണ്ടാവുക. അങ്ങനെ വിശേഷമായിട്ടുള്ള സ്ഥലത്ത് വിശേഷമായിട്ടുള്ള സമയത്ത് ആ ദേവതാ പ്രാധാന്യം, ദേവതാ ചൈതന്യം അത്യധികമായിട്ടുണ്ടാവും. അതുണ്ടാവുക തീർത്ഥത്തിലാണ്. അപ്പം ആ തീർത്ഥത്തിൽ ആ സമയത്ത് സ്നാനം ചെയ്ത് അതിനടുത്ത് നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള അനുഷ്ഠാനം എന്തോ ആയിക്കോട്ടെ, ജപമാവാം, പാരായണമാവാം, അഗ്നിഹോത്രാദികൾ ചെയ്യുന്നവരാണെങ്കിൽ അതാവാം, എന്താണോ നിത്യാനുഷ്ഠാനം അത് ചെയ്ത് ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ ആ ദേവതാ ചൈതന്യം നമ്മുടെ ഉള്ളിലെ ശക്തിയായിട്ട് മാറും. അപ്പം അങ്ങനെ നമ്മൾ പല സംസാരത്തിൻ്റെ വ്യവഹാരത്തിൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങളിൽപ്പെട്ട് കലങ്ങിയിരിക്കുന്ന നമുക്ക് ജീവിതത്തെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി വലിയൊരു ശക്തി തരുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങളാണ് ഈ തരത്തിലുള്ള കുംഭമേളകൾ, പുഷ്കരമേളകൾ, മാഘമേളകളൊക്കെ. എന്നാൽ സവിശേഷമായിട്ടുള്ള സമയത്ത് സവിശേഷമായിട്ടുള്ള സ്ഥലത്ത് അവിടുത്തെ തീർത്ഥത്തിൽ ശക്തിയായിട്ടുള്ള ദേവതാ ചൈതന്യം ഉണ്ടാവും. അതിനെ നമുക്ക് അനുഗ്രഹമായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഋഷീശ്വരന്മാർ ഇതെല്ലാം സങ്കല്പിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പൊതുവിൽ ദേവതകൾക്ക് വളരെ പ്രധാനപ്പെട്ട സമയമാണ് മാഘം, വൈശാഖം തുടങ്ങിയിട്ടുള്ള മാസങ്ങൾ. വ്യാഴം ഏത് തീർത്ഥത്തിൻ്റെ രാശിയിൽ വരുന്നോ ആ സമയത്ത് ആ തീർത്ഥത്തിൽ ദേവതാ പ്രഭാവം കൂടും. അതിനെ പുഷ്കരമേളകൾ എന്നാണ് പറയുക. ഭാരതത്തിലെ എല്ലാ തീർത്ഥത്തിലും അതാത് തീർത്ഥത്തിൽ വ്യാഴം വരുമ്പോൾ അവിടെ പുഷ്കരം നടക്കും. കുംഭമേളകൾ 4 സ്ഥലങ്ങളിലാണ്: ഹരിദ്വാർ, പ്രയാഗ്, ഉജ്ജയിനി, നാസിക്. അപ്പം അവിടെ വ്യത്യസ്തമായിട്ടുള്ള മാസങ്ങളിലും സമയങ്ങളിലുമൊക്കെയാണ്. ഇപ്പം മാഘമാസത്തിൽ തന്നെയാണ് പ്രയാഗ്രാജിലെ കുംഭമേള. അത് കഴിഞ്ഞ് മാഘം കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഹരിദ്വാറിൽ നടക്കുക. ഏതാണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് നാസിക്കിൽ നടക്കുക. അതുകൂടി ആ ഒരു സമയം കൂടി കഴിഞ്ഞാലാണ് ഉജ്ജയിനിൽ നടക്കുക. അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ പ്രയാഗ്രാജിൽ മാഘം എല്ലാ വർഷവും മാഘം നടക്കും. ഈ മാഘമാസത്തിൽ അങ്ങനെ ചൈതന്യമുള്ളൊരു തീർത്ഥത്തിൻ്റെ സമയത്ത് ഒരു മാസം പൂർണ്ണമായിട്ടും ദിവസവും സ്നാനം ചെയ്ത് ദേവത പാരായണമായാലും ജപമായാലും ഒക്കെ ഏർപ്പെട്ടാൽ അതിനെ കൽപ്പവാസം ചെയ്യുക എന്നാണ് പറയുക. ബ്രഹ്മാവിൻ്റെ ഒരു കൽപ്പം തപസ് ചെയ്താലുള്ള ഫലമാണ്. ആ മാഘാനുഷ്ഠാനം പൗരാണികമായിട്ട് പൂർണ്ണമായ രീതിയിൽ നടന്നു വന്നിരുന്ന ഭാരതത്തിലെ 2 സ്ഥലങ്ങൾ, ഒന്ന് പ്രയാഗ്രാജും ഒന്ന് തിരുനാവായിയുമായിരുന്നു. പ്രയാഗ്രാജിൽ അത് തുടർന്ന് വരുന്നുണ്ട്. ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുളിക്കാൻ വേണ്ടി 3 രൂപ നികുതി ചുമത്തിയിരുന്നു മുഗളന്മാരും ബ്രിട്ടീഷുകാരും ഒക്കെ. അന്നത്തെ 3 രൂപ. അങ്ങനെ സന്യാസിമാരുമായിട്ട് ഒരുപാട് യുദ്ധം, അഖാടകളുടെ സന്യാസിമാരും ഒക്കെ ഉണ്ടായി. അതുകൊണ്ട് ലക്ഷക്കണക്കിന് സന്യാസിമാർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അങ്ങനെ പിടിച്ചു നിർത്തി തുടർന്നു പോയി. ഇവിടെ പക്ഷേ തിരുനാവായയിൽ 250 വർഷം മുമ്പ് ബ്രിട്ടീഷുകാരത് നിർത്തലാക്കി. അപ്പം ആ ഒരു ദിവ്യമായിട്ടുള്ള ഭവ്യമായിട്ടുള്ള അനുഷ്ഠാനത്തിൻ്റെ ഒരു വീണ്ടെടുപ്പാണ്. അതേ ഗൗരവത്തോടു കൂടിയിട്ടുള്ള പല ശ്രമങ്ങളും ഇതിനിടയിൽ പല സമയത്തും പല മഹാത്മാക്കളുടെ ഭാഗത്തും പരമേശ്വർജി ഒരു 2-3 വർഷം അതിൻ്റെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. തിരുവിതാംകൂർ രാജകുടുംബത്തിൽ നിന്നുള്ള ചില ശ്രമങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പലരുടെയും ശ്രമങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു തുടർച്ച, അതിന് പഴയ ഗൗരവത്തോടു കൂടിയിട്ടുള്ള ഒരു പുനരാവിർഭാവം ഈ വർഷമാണ് ഉണ്ടായത്. അത് മാഘം പ്രയാഗ്രാജിലെ പോലെ എല്ലാ വർഷങ്ങളിലും വിശിഷ്ടമായി തന്നെ തിരുനാവായയിൽ നടക്കും. അതായത് പൗഷ പൗർണമി തൊട്ട് മാഘപൗർണമി വരെ ഏതാണ്ട് ജനുവരി മാസം പൂർണ്ണമായിട്ടും 12 വർഷം കൂടുമ്പോൾ ഉള്ള തിരുനാവായയിലെ ദിവ്യമായിട്ടുള്ള മുഹൂർത്തം സിംഹസ്ഥ എന്ന് പറയും. അത് വ്യാഴം ചിങ്ങരാശിയിൽ, സിംഹരാശിയിൽ വരുന്ന സമയമാണ്. അത് ഇനി വരുന്നത് 2028 ഈ വ്യാഴം ചിങ്ങരാശിയിൽ വരുമ്പോഴാണ് നാസിക്കിലെയും ഉജ്ജയിനിലെയും കുംഭമേളകൾ കൂടി നടക്കുക. അത് പക്ഷേ മാഘമാസത്തിലല്ല, നാസിക്കിലെ മാഘത്തിന് മുമ്പും ഉജ്ജയിനിലെ മാഘത്തിന് ശേഷവുമാണ്. അപ്പോൾ തിരുനാവായയിൽ എല്ലാ വർഷവും ഈ വർഷം നടന്നതുപോലുള്ള മഹോത്സവം നടക്കും. സിംഹസ്ഥ 12 വർഷം കൂടുമ്പോൾ ഉള്ളത് 28 അടുത്ത ആ മുഹൂർത്തം വരുന്നത്.